നിന്നിഷ്ടം ദേവാ ആയിടട്ടെ. ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം പോൽ നീ മാറ്റുകെന്നെ, നിന്നിഷ്ടം പോലെ ആകണമേ. നിൻ സന്നിധി ഞാൻ താണിരിക്കും. നിൻ വചനമാ തണ്ണീരിനാൽ എന്നെ കഴുകി ശുദ്ധി ചെയ്യുക. മൂവാറ്റുപുഴയ്ക്കടുത്ത് പമ്പാക്കുട എന്ന സ്ഥലത്ത് പൂർവീക യാക്കോബായ കുടുംബമായ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ എ പീറ്ററിൻ്റെയും ഏലിയാമ്മയുടെയും മകനായി 1941 മാർച്ച് 31 ജനിച്ചു. പിതാവ് സമുദായത്തിൻ്റെയും വീട്ടുകാരുടെയും എതിർപ്പുകൾ സഹിച്ചും കഷ്ടനഷ്ടം സഹിച്ചും വേർപെട്ട് മുന്നോട്ട് വന്നു. അരനൂറ്റാണ്ട് കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ചു. വിശ്വാസത്തിൻ്റെയും പഥ്യോപദേശത്തിനും വേണ്ടി പോരാടി ഓട്ടം തികച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. മാതാവ് ഭർത്താവിന് തുണയായി വർത്തിച്ച് താൻ സ്നേഹിച്ചു പോന്ന കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമം കൊള്ളുന്നു. 1957 16-ാം വയസ്സിൽ താൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അന്നു മുതൽ ജോലിയോടുള്ള ബന്ധത്തിൽ സുവിശേഷം അറിയിച്ചു പോന്നു. 1964 23-ാം വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്കായുള്ള വിളി വ്യക്തമായിട്ടുണ്ടായെങ്കിലും എങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്തയിൽ 1 വർഷം തള്ളി നീക്കി. നിരന്തരം പരിശുദ്ധാത്മാവ് തന്നോട് വാദിച്ചുകൊണ്ടേയിരുന്നു. ഉറക്കം വരാത്ത ആ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. സുവിശേഷ വേലയ്ക്ക് വേർതിരിഞ്ഞു. തൻ്റെ ഹൃദയം സ്വസ്ഥമായി. 2 വർഷം സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ വയനാടൻ മലമേടുകളിലും പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചു പോന്നു. പിന്നീട് ഹൈന്ദവർ മാത്രം തിങ്ങിപ്പാർക്കുന്ന കൊല്ലങ്കോടും 1971 മുതൽ ചിറ്റൂരിലും കുടുംബമായി താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. പരേതനായ സുവിശേഷകൻ TT വർഗീസിൻ്റെ 3ാമത്തെ മകളെയാണ് താൻ വിവാഹം കഴിച്ചത്. കേരളത്തിലും വെളിയിലുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള പല ബൈബിൾ സ്കൂളുകളിൽ വചനം പഠിപ്പിക്കുന്നു. 140-ൽ പരം പാട്ടുകളും 100-ൽ പരം കവിതകളും എഴുതിയിട്ടുണ്ട്. 5 ലഘുലേഖകളും അഭിഷിക്തരും അഭിഷേകവും എന്ന പുസ്തകവും താൻ എഴുതിയ പാട്ടുകളടങ്ങിയ 6 വാല്യം കാസറ്റുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആശ്വാസഗാനങ്ങളെന്ന പേരിൽ തൻ്റെ ഗാനങ്ങൾ ഇപ്പോൾ പ്രിന്റ് ചെയ്തു വരുന്നു. നിന്നിഷ്ടം ദേവ ആയിടട്ടെ. കർത്താവ് വിളിച്ചു എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടായിരുന്നതിനാൽ ഭവനക്കാരും ബന്ധുമിത്രാദികളും നാട്ടുകാരും പല നിലകളിലും വേദനിപ്പിക്കുകയും ബുദ്ധിഭ്രമമാണെന്ന് പോലും പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു. എങ്കിലും ഒട്ടും പതറാതെ വയനാടിൻ്റെ മലമടക്കുകളിലും പട്ടണങ്ങളിലും വിശപ്പും ദാഹവും അനുഭവിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു. 1966 ഒരു നാൾ പകലിലെ പ്രവർത്തനം കഴിഞ്ഞ് ദീർഘദൂരം നടന്ന് രാത്രി 9:30 മീനങ്ങാടി ടൗണിൽ വന്നു. താമസ സ്ഥലമായ ബത്തേരിയിലേക്ക് പിന്നെയും 7 മൈൽ പോകണം. 10 പൈസ പോലും കൈവശമില്ല. കടകളെല്ലാം അടച്ചു തുടങ്ങി. ഏകനായി ചിന്താകുലനായി നിൽക്കുമ്പോൾ ഇതാ ബത്തേരിക്കുള്ള ബസ് വരുന്നു. ഒരു സഹോദരൻ ഓടി വന്ന് വേഗം ബസ്സിൽ കയറൂ എന്ന് പറഞ്ഞു. താൻ ഉടനെ ബസ്സിൽ കയറി. അദ്ദേഹം തനിക്കുള്ള ടിക്കറ്റ് എടുത്തു. 5 രൂപ തൻ്റെ പോക്കറ്റിൽ ഇടുകയും ചെയ്തു. കർത്താവേ, നീ എത്ര നല്ലവൻ, നിന്റെ വഴികൾ എത്ര അഗോചരം. ഹൃദയം നന്ദിയാൽ നിറഞ്ഞ് സ്തുതി സ്തോത്രങ്ങളായി പുറത്തേക്ക് ഒഴുകി വന്നു. ബത്തേരിയിൽ നിന്ന് വീട്ടിലെത്തുവാൻ 2 മൈൽ ആ രാത്രിയിൽ നടന്ന് നീങ്ങുമ്പോൾ ഹൃദയം തുടിക്കുകയും കണ്ണുകൾ നിറയുകയും ചെയ്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ കരുതലുകൾ എത്ര അത്ഭുതം!
ആ സ്നേഹത്തെ ഓർത്ത് ധ്യാനിച്ച് നടക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഉതിർന്നു വീണ ഈരടികളാണ് നിന്നിഷ്ടം ദേവ ആയിടട്ടെ. ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം പോൽ നീ മാറ്റുകെന്നെ. ഭവനത്തിലെത്തി ഒരു കടലാസ് തുണ്ടിൽ കുറിച്ച് പാടിയ ശേഷമാണ് അന്ന് വിശ്രമിക്കാൻ പോയത്. യേശു എനിക്കെത്ര നല്ലവനാം എന്ന ഗാനത്തിൻ്റെ പിറവിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹൈന്ദവർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ചിറ്റൂരിൽ ഞങ്ങൾ കുടുംബമായി താമസിച്ചു പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. വിശ്വാസികളോ സഭയോ ഒന്നുമില്ലാത്ത അന്യനാട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രേരണയാലാണ് ഇവിടെ വന്നത്. 3.5 വയസ്സുള്ള കുഞ്ഞും ഭാര്യയും താനും മാത്രം. പൈതലിന് തീരെ സുഖമില്ലാതെ വന്നു. വടക്കേ മലബാറിൽ ഒരു യോഗത്തിന് പോകണം. മാത്രമല്ല സാമ്പത്തിക ഞെരുക്കവും. ചിലരുടെ സഹായം തേടിയെങ്കിലും നിരാശ മാത്രം. തനിക്കുണ്ടായ വിളിയെക്കുറിച്ച് സംശയം തോന്നി. കർത്താവേ, നീ എന്നെ വിളിച്ചതെങ്കിലും ഞാൻ തിരിച്ചു പോകാൻ ഒരുക്കമാണെന്ന് പ്രാർത്ഥിച്ചു. ഹൃദയം വേദനയാൽ നീറിപ്പുകയുവാൻ തുടങ്ങി. പ്രഭാതമായപ്പോഴേക്കും കലുഷമായ അന്തരീക്ഷത്തിന് അല്പം മാറ്റം വന്നു. ഭാര്യയെയും പൈതലിനെയും പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേൽപ്പിച്ച് താൻ യാത്രയ്ക്കൊരുങ്ങി. പാലക്കാട്ട് നിന്നും ട്രെയിനിൽ കയറി യാത്ര ചെയ്യുമ്പോഴും പല ചിന്തകളാൽ ഹൃദയം നീറിപ്പുകഞ്ഞുകൊണ്ടേയിരുന്നു. മനസ്സിനെ ശാന്തമാക്കാനുള്ള ശ്രമം പാഴായി. ചിന്താകുലത്തിൻ്റെയും വേദനയുടെയും വേളയിൽ ഹൃദയാന്തർഭാഗത്തു നിന്നും ഒഴുകി വന്ന ഈരടികളാണ് ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ. ഈ വരിയാണ് താൻ ആദ്യം എഴുതിയത്. ട്രെയിനിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഗാനം എഴുതി തീർത്തു. ആ കടലാസിൽ നോക്കി ഒന്ന് പാടാൻ ശ്രമിച്ചു. കണ്ണുനീർത്തുള്ളികൾ ആ കടലാസിൽ വീണ് ചിതറി. എന്തെന്നില്ലാത്ത ആശ്വാസവും സമാധാനവും ലഭിച്ചു. ഭവനത്തിൻ്റെ ആവശ്യങ്ങളും കർത്താവ് നടത്തി. യേശു എനിക്കെത്ര നല്ലവനാം 1973 എഴുതിയ ഈ ഗാനത്തിന് 1975 ഇമ്മാനുവൽ ടീം കോട്ടയം അവാർഡ് നൽകി ആദരിച്ചു. ഒരിക്കൽ താൻ യാത്ര ചെയ്തിരുന്ന സൈക്കിൾ ടാക്സ് അടയ്ക്കുവാൻ കഴിയാത്തതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട പ്രത്യേക നിമിഷത്തിൽ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സഹായത്തിനായി പലരോട് അപേക്ഷിച്ചു. ആരും സഹായമില്ലെന്ന് തോന്നിയ ആ സാഹചര്യത്തിൽ ആകാശഭൂമികൾക്കുടയവനും താൻ സേവിക്കുന്ന കർത്താവുമായവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി പ്രാർത്ഥിച്ചു. പാറയെ പിളർന്ന് ദാഹം തീർത്ത ഇസ്രായേലിൻ്റെ ദൈവവും കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയ യഹോവയായ കർത്താവും തക്ക സമയത്ത് മനുഷ്യ കാക്കയെ അയച്ച് സങ്കടം പരിഹരിച്ചതോർത്ത് പാടിയ ഗാനമാണ് എനിക്കൊത്താശ വരും എന്നാരംഭിക്കുന്ന ഗാനം. സുവിശേഷ വേലയ്ക്കായി കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങിയതിനാൽ വീട്ടുകാരും നാട്ടുകാരും ശക്തമായി എതിർത്തെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ ഇതൊക്കെയും നിസ്സാരമെന്നെണ്ണി ചിറ്റൂരിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസവും കഠിന പരിശോധനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഒരു ദിവസം ജാതികൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഗ്രാമത്തിൽ ഏകനായി ലഘുലേഖ വിതരണം നടത്തിയപ്പോൾ ഉണ്ടായ എതിർപ്പുകൾ ഹൃദയത്തെ വല്ലാതെ അലട്ടി. കലങ്ങിയ ഹൃദയവുമായി അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പതുക്കെ നടന്നു. ക്ഷീണിതനായി ചിന്താകുലനായി ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു. ഒരു സുവിശേഷകന്റെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ ഓരോന്നായി തൻ്റെ മുന്നിലുയർന്നു. പെട്ടെന്ന് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്ന വാക്യം ഓർത്തപ്പോൾ തനിക്ക് വലിയ ഉണർവും ഉന്മേഷവും ശക്തിയും ലഭിച്ചു. ഇനി എന്തു വന്നാലും പിന്മാറില്ല എന്ന ദൃഢനിശ്ചയത്തോടെ 1993 ബസ് സ്റ്റോപ്പിലിരുന്ന് എഴുതി പാടിയ ഗാനമാണ് കർത്താവിലെന്നും എൻ്റെ ആശ്രയം. കർത്തൃസേവയൊന്ന് എൻ്റെ ആഗ്രഹം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന് ചെല്ലും ഞാൻ. തുടർന്നുള്ള വരികൾ വീട്ടിൽ വന്ന് ആ രാത്രിയിൽ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് എഴുതിയതുമാണ്. 16-ാം സങ്കീർത്തനത്തിലെ 11-ാം വാക്യം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം തുടിക്കുകയും കണ്ണുകൾ നിറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിലുണ്ടായ അനുഭവങ്ങൾ ഓരോന്നായി മനസ്സിലുയർന്നു. സമാധാനവും ആശ്വാസവും കണ്ടെത്തുവാൻ യേശുവിൻ്റെ സന്നിധാനമല്ലാതെ മറ്റൊരു സ്ഥാനവും ഇല്ലെന്ന് അനുഭവത്തിലൂടെ വ്യക്തമായപ്പോൾ വേറില്ലൊരാശ്വാസ സ്ഥാനവും വേറില്ലൊരാശ്രയവും എന്ന വരികൾ കുറിച്ചു. യേശു സന്നിധാനം, എന്തോ ഒരു സമാധാനം എന്ന് തുടങ്ങുന്ന അനുഗ്രഹീത ഗാനം അന്നു പിറന്നു.
യേശു സന്നിധാനം എന്തോരു സമാധാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം. ലോകത്തിനിമ്പത്തെ തേടുമ്പോൾ ശോകത്താൽ വീണിടുമേ. ക്രിസ്തുവിൽ സന്നിധി ചേർന്നിടുന്നോർക്ക് എന്നും അത്യാനന്ദമേ. അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രശ്നത്താൽ സഭാന്തരീക്ഷം കലുഷിതമാവുകയും ചിലർ തെറ്റിദ്ധരിക്കുകയും ചെയ്തപ്പോൾ തൻ്റെ ഹൃദയം വല്ലാതെ നീറിപ്പുകയുകയും വിശ്വാസം പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദത്തോടെ ഈ വിശ്വാസ പ്രയാണത്തിൽ നാഥനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് 1980 ഈ ഗാനമെഴുതി. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കിന്നുണ്ടായിടിലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ച് എൻ ക്ഷീണം മറന്നങ്ങ് പോകുന്നു ഞാൻ. ഈ വരികളാണ് താൻ ആദ്യം എഴുതിയതെങ്കിലും വിശ്വാസ ജീവിത പടകിൽ ഞാൻ എന്നാണ് ആ ഗാനം ആരംഭിക്കുന്നത്. ഒരിക്കലൊരു കൺവെൻഷൻ യോഗത്തിൽ വചന ശുശ്രൂഷയ്ക്ക് പോകുവാൻ ഒരുങ്ങുന്നതിനിടയിൽ ഒരത്യാവശ്യ കാര്യത്തിനായി സൈക്കിളിൽ പോകുമ്പോൾ വലിയൊരപകട സ്ഥാനത്ത് നിന്നും കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചതോർത്ത് നന്ദി കൊണ്ട് ഹൃദയം നിറഞ്ഞ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 1975 എഴുതിയ വരികളാണ്. വരുമാപത്തിൽ നൽതുണ താൻ, പെരും താപത്തിൽ നൽതണൽ താൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ എന്ന ഈ ഗാനം ഏതൊരു മനുഷ്യനും ആശ്വാസം നൽകുന്നതാണ്. ഒരിക്കൽ താൻ വലിയ പരിഭ്രമത്തിലായി. അന്തരീക്ഷം കലുഷിതമായി തീർന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. സത്യം മനസ്സിലാക്കാതെ സ്നേഹിച്ച ചിലരിൽ നിന്നും ഹൃദയത്തെ വേദനിപ്പിക്കുന്ന അഗ്നിശരങ്ങൾ പോലുള്ള വാക്കുകൾ പുറപ്പെട്ടു. മാനസികമായി താൻ തളർന്നു. ചില ദിവസങ്ങൾ വേദനയോടെ കഴിയേണ്ടി വന്നു. കൂനിന്മേൽ കുരു എന്ന പോലെ ഒപ്പം ഭാരിച്ച സാമ്പത്തിക പ്രശ്നവും നേരിട്ടു. രാത്രിയും പകലും ഹൃദയഭാരത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഈ വാക്കുകൾ മനസ്സിന് ആശ്വാസവും ധൈര്യവും നൽകി. ഒരു പ്രഭാതത്തിൽ വചനധ്യാനവും പ്രാർത്ഥനയും കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് സൈക്കിളിൽ പോകുമ്പോൾ ചിന്തകളാൽ ഹൃദയം പിന്നെയും കലങ്ങി. അപ്പോൾ ഹൃദയത്തിൽ നിന്നും ഒഴുകി വന്ന ഈരടികളാണ് ഈ ഗാനത്തിൻ്റെ ഉറവിടം. തിരകളൻ ജീവിത പടകിൽ വന്നടിച്ചാൽ, അതാണ് താൻ ആദ്യം കുറിച്ചത്. 1979 എഴുതിയ ഈ ഗാനം ഇന്നും ഹൃദയത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സങ്കടത്തിൽ പരൻ കരങ്ങളാൽ താങ്ങിടുമേ, സംഭ്രമത്തിൽ തുണ നിന്നവൻ നടത്തിടുമേ. തിരുനിണം ചൊരിഞ്ഞ് മരണത്തിൻ കരങ്ങളിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത് പുതുജീവൻ തന്ന് അനുഗ്രഹം പകർന്ന് സ്വർഗത്തിലിരുത്തി എന്നെ. എത്ര മനോഹരമായ ഒരു ഗാനമാണത്. സകല മഹത്വത്തിനും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനും ദൂതന്മാരുടെ സ്തുതികളിൽ വസിക്കുന്നവനുമായ ദൈവപുത്രൻ നരകുല വിനകൾ പരിഹരിക്കുവാൻ ഹീനനരനായി പാരിൽ വന്നു. ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിപ്പാൻ അടിമുടി മുറിവേറ്റു. കഠിനവേദന അനുഭവിച്ചു. ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് ഉറക്കെ കരഞ്ഞു. മരിച്ചത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സകല നാമങ്ങൾക്കും മേലായ നാമം ധരിച്ച് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് സകല മഹത്വവുമണിഞ്ഞ് ജീവിക്കുന്നവനുമായ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് യാത്രാവേളയിൽ എഴുതിയ ഒരു ഗാനമാണ് ആരാധനയോഗങ്ങളിൽ നാം ഇന്നും പാടിവരുന്ന സ്തുതിതനം മഹിമ സകലവും നിനക്കേ എന്നാരംഭിക്കുന്ന ആ മനോഹര ഗാനം. ഈ ഗാനത്തിന് 1993 ബൈബിൾ സാഹിത്യ പ്രവർത്തക സമിതി അവാർഡ് നൽകി മാനിച്ചു. സ്തുതിധനം മഹിമ സകലവും നിനക്കേ, സ്തുതികളിൽ വസിക്കും പരിശുദ്ധ പരനെ. ഒരുമിച്ച് അപ്പം നുറുക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്തിരുന്ന ബഹുമാന്യനും തൻ്റെ ആജ്ഞാനുവർത്തികളായ ചിലരും ചേർന്ന് സുവിശേഷകനെയും കുടുംബത്തെയും മനഃപൂർവ്വം തേജോവധം ചെയ്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ സഹിക്കാവുന്നതിലും അധികം വേദനയാൽ ഹൃദയം തിങ്ങി വിങ്ങിയപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ അഭയം തേടി. തിരുകൃപ തന്ന് നടത്തണമെന്ന് ഉള്ളൊരുകിയുള്ള പ്രാർത്ഥനയാണ് ഈ ഗാനം. തൻ്റെ പുതിയ ഗാനങ്ങളിലൊന്നാണെങ്കിലും മലയാള ബ്രദറൻ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ വേരൂന്നിക്കഴിഞ്ഞ ഒരു ഗാനമാണത്. തിരുകൃപ തന്ന് നടത്തണമെന്നെ, തിരുഹിതം പോലെയൻ നാഥ.
ഞാൻ ചാരിടുമേ. മാറാത്ത സ്നേഹിതനാം യേശുവിൻ മാറിൽ ഞാൻ ചാരിടുമേ. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴലും മനസ്സിന് അരുളും സുഖദാനം. ആഴലും മനസ്സിന് അരുളും സുഖദാനം. വേറില്ലൊരാശ്വാസസ്ഥാനവും വേറില്ലൊരാശ്രയവും, വേറില്ലൊരാശ്വാസസ്ഥാനവും വേറില്ലൊരാശ്രയവും, മൃത്യുവിലും സമാധാനമെൻ്റെ ക്രിസ്തുവിൻ സന്നിധാനം. മൃത്യുവിലും സമാധാനമെൻ്റെ ക്രിസ്തുവിൻ സന്നിധാനം. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴലും മനസ്സിന് അരുളും സുഖദാനം. ആഴലും മനസ്സിന് അരുളും സുഖദാനം. കണ്ണുനീർ പൂർണ്ണമായി തോർന്നിടും കർത്താവ് വന്നിടുമ്പോ, കണ്ണുനീർ പൂർണ്ണമായി തോർന്നിടും കർത്താവ് വന്നിടുമ്പോ, പിന്നീടൊരിക്കലും വേർപെടാതെ തന്നിൽ മറഞ്ഞിടും ഞാൻ. പിന്നീടൊരിക്കലും വേർപെടാതെ തന്നിൽ മറഞ്ഞിടും ഞാൻ. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴലും മനസ്സിന് അരുളും സുഖദാനം.